ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അഥവാ ഇനി എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറി ഒരു നല്ല കാലവും ഒരു നല്ല സമയവും ഒക്കെ വരുമെന്ന് വിചാരിക്കാട്ടോ. അപ്പോൾ ഇന്നും എൻ്റെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഇന്ന് വൈകുന്നേരം വരെ ഞാൻ എൻ്റെ തലമുടിക്ക് കൊടുത്ത കെയറിങ് കാര്യങ്ങളും ഞാൻ കഴിച്ച ഫുഡും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. തലേന്ന് രാത്രി എത്ര വൃത്തിയായി ഒതുക്കി കെട്ടിവെച്ച മുടിയാണെങ്കിലും ശരി, രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ ആകെ ജടക്കെട്ടൊക്കെ പിടിച്ച് ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവൂലേ. ഇങ്ങനെ ജടക്കെട്ട് പിടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചീപ്പ് ഉപയോഗിച്ച് ചറപറാന്ന് ചീവരുത് കേട്ടോ. അങ്ങനെ ചീവുമ്പോഴാണ് മുടിയെല്ലാം കൂടുതലും പൊട്ടിപ്പോകാനും കൊഴിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുള്ളത്. നമ്മളൊരു ദിവസം ഫസ്റ്റ് കൊടുക്കേണ്ട ഹെയർ കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജടക്കെട്ടൊക്കെ മാറ്റി മുടി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് അതിരാവിലെ തന്നെ ചെയ്യണം. അപ്പോൾ ആദ്യമേ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഒരു 2-3 തുള്ളി എടുത്തിട്ട് മുടിയുടെ പുറമേ മാത്രം ഒന്ന് പുരട്ടി മയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അതുപോലെ രാവിലെ തന്നെ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കണം കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്നൊരു സ്വല്പം എടുത്ത് കൈ നനച്ചിട്ട് നമ്മുടെ തലമുടിയുടെ പുറമേ ഒക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇത് തലേ ദിവസം രാത്രി ഫാനിന്റെ ചൂടെ കിടന്നുറങ്ങുമ്പോൾ തലമുടിക്ക് ഉണ്ടാകുന്ന ഡ്രൈനെസ് പരിഹരിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ജടക്കെട്ടൊക്കെ മാറ്റി കൊടുക്കണം. അതിരാവിലെ നന്നായി വെള്ളം കുടിക്കുകയും, അതായത് 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുകയും നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും, അതായത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം രക്തയോട്ടം വർദ്ധിപ്പിക്കാനും പ്രവർത്തനങ്ങളെല്ലാം സുഗമമായിട്ട് നടക്കുവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ശരീരം ശുദ്ധിയായിരിക്കും. ശുദ്ധിയായ ശരീരവും നല്ല ശുദ്ധിയായ വയറും ഒക്കെ നല്ല ദഹന വ്യവസ്ഥയൊക്കെ ആണെങ്കിൽ തന്നെ ആരോഗ്യം കറക്റ്റ് ആയിരിക്കുമേ. ആരോഗ്യപരമായിട്ടും സൗന്ദര്യപരമായിട്ടും ഉള്ള ടിപ്പുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വയം തിരിച്ചറിവ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. എന്താണ് സ്വയം തിരിച്ചറിവ്? നമ്മുടെ ശാരീരിക സ്ഥിതി, ആരോഗ്യസ്ഥിതി ഒക്കെ എങ്ങനെയാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. അതായത് എന്തെങ്കിലും പദാർത്ഥങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരം അത് സ്വീകരിക്കുന്നുണ്ടോ, അതോ അത് റിജക്റ്റ് ചെയ്യുവാണോ എന്നൊക്കെ നമ്മളിത് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. കുറേയേറെ ഹെയർ പാക്കുകൾ മാത്രം നിങ്ങളോട് പരിചയപ്പെടുത്തി പോകാതെ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകാനാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് കരുതി ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യവും സൗന്ദര്യവും നീളവും ഒക്കെയുള്ള തലമുടി എനിക്കാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കിപ്പോൾ 44 വയസ്സ് പിന്നിടുന്നു. ഞാൻ ജീവിതത്തിന്റെ ഒരു സായാഹ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴും എൻ്റെ തലമുടി ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. എനിക്ക് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. പക്ഷേ കൃത്യമായിട്ടുള്ള പരിചരണം ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള തലമുടി നിലനിർത്താം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതോടൊപ്പം നല്ല പോഷക സമ്പുഷ്ടമായിട്ടുള്ള നമ്മൾ നിത്യേന കഴിക്കുന്ന ആഹാരമൊക്കെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥ ഒക്കെ അറിഞ്ഞ് തന്നെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ നല്ല കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മുടെ തലമുടിയുടെ കേടുപാടുകളൊക്കെ പരിഹരിക്കാനായിട്ടൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ തലമുടി കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ഒരു എന്താ പറയുക, ഇത് കണ്ടീഷണർ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പണിയാണ് കേട്ടോ കിട്ടിയത്. ഒറ്റ യൂസിൽ തന്നെ എൻ്റെ ഒരുപാട് തലമുടി പൊട്ടിപ്പോയിട്ടോ. അപ്പൊ ഞാൻ ഇനി കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഇതിന്റെ കേടുപാടുകളൊക്കെ പരിഹരിക്കാന്ന് വിചാരിക്കുവാണ്. അപ്പൊ ഞാനിങ്ങനെ കഞ്ഞിവെള്ളം തേച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നുകൊണ്ട് അമ്മച്ചി എന്നോട് ഇങ്ങനെ അമ്മച്ചിക്ക് താളി ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമൊക്കെ പറയുവാണേ. അപ്പൊ അമ്മച്ചിക്ക് ഇടയ്ക്ക് ഞാനിങ്ങനെ താളിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ഇച്ചിരി ഞവരയില് ഇച്ചിരി ഇത് പിന്നെ ബ്രഹ്മിയുടെയില് ഇച്ചിരി പിന്നെ ചെമ്പരത്തിയുടെയില് ഇട്ട് ഇച്ചിരി താളി ഉണ്ടാക്കി തരണേ. വൈകിട്ട് തരാം തരാം. ചാരണം ഉണ്ടെങ്കിലും അങ്ങ് പോകും. എല്ലാ ദിവസവും കഞ്ഞിവെള്ളം തലയിൽ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല കേട്ടോ. കാരണം സ്ഥിരമായിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ തലമുടി കുറച്ച് സ്റ്റിക്കി ആവാനും കുറച്ച് ഡ്രൈ ആവാനും ഒക്കെ ആയിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 2-3 ദിവസം അടുപ്പിച്ച് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴുകുക. ഇങ്ങനെ കുറച്ചിങ്ങനെ അപ്ലൈ ചെയ്തൊക്കെ വെച്ചതിന് ശേഷം ബാക്കി കഞ്ഞിവെള്ളവും കൂടെ കുളിക്കുന്ന സമയത്ത് ഒഴിച്ച് കഴുകി താളി പോലെയൊക്കെ യൂസ് ചെയ്ത് കഴുകി കളയാം. അന്നേരം ഷാമ്പൂ ഒന്നും ഉപയോഗിക്കരുത്, കൂടുതൽ ഓയിലും ഉപയോഗിക്കേണ്ട തലമുടിയിൽ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നമ്മളൊന്ന് ഷാമ്പൂ ചെയ്ത് കഴുകി കളയാം കേട്ടോ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ കുളിച്ച് വന്ന് കടയിലൊക്കെ പോയി പിന്നെ ഉച്ചയ്ക്ക് വന്നു കേട്ടോ. ഉച്ചയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചു. ക്യാബേജ് തോരൻ, മീൻ കറി, മീൻ വറുത്തത്, മോര് കാച്ചിയത്, മത്തങ്ങ ചേന പയറ് കൂട്ടുകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞൊക്കെ വന്നിട്ട് റെസ്റ്റ് ചെയ്ത് വൈകിട്ട് കടയിൽ പോകുന്നതിന് മുമ്പ് അമ്മച്ചി 4:30 മണിക്കൊക്കെയാണ് കേട്ടോ കുളിക്കുന്നത്. അപ്പം അമ്മച്ചി പറഞ്ഞ താളി ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞവരയിലാന്ന് അമ്മച്ചി പറഞ്ഞത് പനിക്കൂർക്കയിലയാണ്. താരന് നല്ല കീഴാർനെല്ലി എടുത്തിട്ടുണ്ട്.
അതുപോലെ കറ്റാർ വാഴ, തുളസി ഇല, ചെമ്പരത്തി ഇലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഞാനിങ്ങനെ കല്ലിൽ ഒലച്ച് വെള്ളത്തിലിട്ട് ഞെവിടി പിഴിഞ്ഞ് അരിച്ചെടുത്ത് താളിയാക്കുവാണ്. ഈ താളി നമുക്കും യൂസ് ചെയ്യാട്ടോ. ഇതിപ്പോൾ അമ്മച്ചിക്ക് ഞാനിപ്പോൾ കൊടുക്കുന്നുള്ളൂ. ഞാൻ രാവിലെ കുളിച്ചത് കൊണ്ട്, അതായത് ഇന്ന് കഞ്ഞിവെള്ളം ഉപയോഗിച്ചത് കൊണ്ട് ഞാൻ താളിയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. തലമുടിയുടെ കേടുപാടുകൾ പരിഹരിക്കാനും തലമുടി വളരാനും സഹായിക്കുന്ന ഇനോസിറ്റോൾ എന്ന ഘടകം കഞ്ഞിവെള്ളത്തിലുണ്ട് എന്ന് കരുതി എല്ലാ ദിവസവും കഞ്ഞിവെള്ളം ഉപയോഗിക്കരുത് കേട്ടോ. ഇത് തലമുടി കുറച്ച് സ്റ്റിക്കി ആയി പോകും, പൊട്ടിപ്പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുപ്പിച്ച് 2-3 ദിവസം കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തലമുടി കഴുകിയതിന് ശേഷം പിറ്റേ ദിവസം ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള താളിയിലേക്ക് നാച്ചുറലായിട്ടുള്ള ആയുർവേദിക് ഷാമ്പു 2-3 തുള്ളി ചേർത്ത് കഴുകി ഉണക്കിയെടുക്കാം. അതുപോലെ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ അലോവേരയോ ചെമ്പരത്തി പൂവോ ഒക്കെ ചേർത്തിട്ടുള്ള നാച്ചുറലായിട്ടുള്ള കണ്ടീഷണറുകൾ ഉപയോഗിക്കട്ടോ. ഇത് തലമുടിക്ക് തിളക്കവും മിനുസും ഒക്കെ നൽകും കേട്ടോ. ഇപ്പോൾ കണ്ടില്ല എൻ്റെ തലമുടി കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നത്, അത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മച്ചിക്ക് താളിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. താണ്ടേ താളി സ്റ്റെപ്പിൽ വെച്ചേക്കാട്ടോ. അവിടെ വെച്ചേരെ, അവിടെ വെച്ചേരെ എടുത്തോളാം. തുളസിയിലയുണ്ടോ? തുളസിയിലയുണ്ടോ? തുളസിയില, പനിക്കൂർക്കയില, കീഴാർനെല്ലി, ചെമ്പരത്തി ഇല, പൂവ്, കറ്റാർ വാഴ, 5 കൂട്ടമുണ്ട്. ശരിയാക്കി അമ്മ കുളിച്ചോ? ചായ ഇട്ട് വന്നിട്ട് ഞാൻ പോകും കേട്ടോ. പിന്നെ കടുപ്പം കുറഞ്ഞതും പാല് കൂടുതലുള്ളതുമായ ചായ ഞാനും അമ്മച്ചിയും കുടിച്ചു. ഞാൻ കടയിലോട്ട് പോയി. രാത്രി 8 മണിക്ക് വീണ്ടും വന്നു. കുറച്ച് ജോലികളൊക്കെ ചെയ്തു, കുളിച്ചു, പ്രാർത്ഥിച്ചു, അത്താഴം കഴിച്ചു. കിടക്കുന്നതിന് മുന്നേ വീണ്ടും ഇതുപോലെയൊക്കെ തന്നെ ജടക്കെട്ടൊക്കെ മാറ്റി മുടി വാരിക്കെട്ടി ഒതുക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്